പടം വിജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ പടത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും അന്നേരം നേരെ തലതിരിയും. എന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ച ഒരു സീൻ പറയാം. ഹൃദയത്തിൽ നൈറ്റ് അല്ല ഇറങ്ങിപ്പോയി അവിടെ ബീച്ചിൽ വെച്ച് ദർശന പ്രണവിൻ്റെ ഫേസിൽ നോക്കിയിട്ട് അപ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ആ ഒരു മൊമെന്റ്. രാജമാണിക്കും നരയിലും ഒക്കെ ഒരു മദർ എന്നുള്ള ഒരു ഇമോഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നരല്ല മദർ എന്നുള്ള ഫീൽ ഒരു ഗംഭീരമായിരുന്നു. അത് തീർച്ചയായിട്ടും അവല സോങ് അമ്മ. അതെ അതെ അതെ, ഇപ്പൊ ട്രെൻഡാ ഓ നരൻ എന്നുള്ള. വിനീതേട്ടൻ തന്നെ പറയാറുണ്ട് എത്രയോ വർഷത്തിന് ശേഷം അത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുക. കുട്ടികള് തുള്ളാണ് കോളേജിലൊക്കെ ഇത് വിനീതേട്ടൻ പാടുന്ന സമയത്ത്. രണ്ടാം ഭാഗത്തില് മറന്നിട്ടും എന്തിനാ, അല്ല അത് ലാൽ സാറും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സത്യം എന്ത് ഗംഭീര സോങ്ങാണ്. പക്ഷേ പാട്ടല്ലേ. പിന്നെ CID മൂസയിലെ ആ കാറിന്റെ ചേസിങ് ഉണ്ടല്ലോ, ഇതിൽ കുറേ കാര്യങ്ങൾ നടക്കുക, കുറേ സമയത്തേക്ക് ഇത് തന്നെയാണ് നടക്കുന്നത്. അത് ഇത്തിരി പാടുപെട്ട എഡിറ്റിംഗ് ആണോ? CID മൂസയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കും പേടിയാണ്. കാരണം ജോണി സെക്കൻഡ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് ദിലീപ് ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ചുമ്മാ മിണ്ടാണ്ടിരിക്കും. സെക്കൻഡ് പാട്ട് 6 മണിക്കൂർ ഉണ്ടായില്ലേ? അയ്യോ, ഫസ്റ്റ് പാട്ട് എഡിറ്റ് ചെയ്തതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ജൂലൈ 3-ാം തീയതി രാവിലെയാണ് 2 പാട്ട് അവസാനം എഡിറ്റ് ചെയ്ത് തീർക്കുന്നത്. ജെയിംസ് ബോണ്ടിൻ്റെ ഡിറ്റോ എന്നുള്ള സോങ്, പിന്നെ അർജുനെ ട്രെയിൻ ചെയ്യുന്ന സോങ്. ആ സോങ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദിലീപ് എന്ത് സംഭവിക്കില്ലായിരുന്നു, വേണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സോങ് ആണ്. സംഭവം ശരിയാണ്. 2020 ക്ലൈമാക്സ് ഫൈറ്റിനിടയ്ക്ക് ആ ഒരു ജീപ്പ് 4 സൈഡിൽ നിന്ന് ഭിത്തി തകർത്തിട്ട് വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ സാറ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് 7-8 ദിവസം പ്ലാൻ ചെയ്തിരുന്ന ക്ലൈമാക്സ് ആണ്. അതാകെ 4 ദിവസമേ ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ, ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ പോലും സാറ് ഞാൻ 4 ക്യാമറ വെച്ച് അടിച്ചു വിട്ടു. തനിക്ക് നല്ല കഷ്ടപ്പാടാന്ന് എനിക്കറിയാം, വേറെ നിർവാഹമില്ല. കാരണം ഒരാൾ രാവിലെ വരുമ്പോൾ ഒരാൾ 11 മണിക്ക് വരും. അപ്പോൾ ആ രാവിലെ വന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പോകണം. എന്ത് ചെയ്യാനാണ്. വഴക്കുന്നലേ എഡിറ്റിങ് കഴിഞ്ഞ ശേഷം ദിലീപും ഞാനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടായതാണ്. അതിനകത്ത് ഒരുപാട് എഡിറ്റ് ചെയ്ത് കളയേണ്ടി വന്നിരുന്നു. ഒരുപാട് സീൻസ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഒരു 10-20 മിനിറ്റോളം കുറയ്ക്കേണ്ടി വന്നു. ജോണി ആന്റണി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോഴും ആ ഗുസ്തിയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും പലരും മാക്സിമം എത്ര കുറച്ച് തരാൻ പറ്റുന്നതാണ് നോക്കാറ്. ഒരിക്കലും നമ്മുടെ ജോലിയുടെ ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള വേതനം തരാൻ ആരും മനസ്സ് കാണിക്കാറില്ല. റീലുകൾ എല്ലാവരും സാധാരണക്കാരും റീല് എഡിറ്റ് ചെയ്യുന്ന കാലമാണ്. പല എന്തൊക്കെയോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന അല്ലേ. സാധാരണ ഒരു മുമ്പ് എഡിറ്റിംഗ് എന്നുള്ളൊരു വാക്കുപോലും ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റാത്തടത്തൊന്നും നമ്മളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പർ എഡിറ്റിംഗ് അല്ലെങ്കിലും. അങ്ങനെയുള്ളിടത്ത് ഇപ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, പല പുതിയ ആളുകളും അസിസ്റ്റൻസ് ആവാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ നമ്മളോടൊക്കെ ചോദിക്കുന്നതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സ്പോട്ട് എഡിറ്റർ ഒരു ചേട്ടൻ പറയായിരുന്നു, അവരുണ്ടാക്കിയൊരു ഗ്രൂപ്പിൽ 300-ൽ പരം ആളുകളായിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ ടെക്നോളജി ആക്സസിബിൾ ആവുന്ന കാലത്ത് സാധ്യത എങ്ങനെയാണ്, അല്ലെങ്കിൽ പുതിയ കുട്ടികളോട് എന്താ പറയാനുള്ളത്? അവരോട് പറഞ്ഞാൽ വെച്ചാൽ അവർ സോഫ്റ്റ്വെയർ പഠിച്ചതുകൊണ്ട് മാത്രം എഡിറ്റർ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. അതാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഒരു ടൂൾ മാത്രമല്ലേ. ശരിക്കും എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നോളജി മാത്രമല്ല, അതൊരു ആർട്ടാണ്. അതിനകത്ത് ശരിക്കും ലിറ്റററിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെ സിനിമ മനസ്സിലുണ്ടാവണം, മ്യൂസിക് അറിയണം. ഒരു നല്ല എഡിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു മ്യൂസിക്കിനെ കുറിച്ച്, അതിൻ്റെ ഒരു താളത്തെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം. ഇപ്പം വിനീതിനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിനീത് പല പടങ്ങളിലും മ്യൂസിക് നേരത്തെ പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഡബിങ് സൈഡിൽ വെച്ച് അവർ ഡബിങ് തീർന്ന പടം കാണുന്ന സമയത്ത് ഹിഷാമിനോട് കുറേ സീനിൻ്റെ മ്യൂസിക് കൊണ്ടുവന്ന് അവർ ടൈം ലൈനിൽ പ്ലേസ് ചെയ്തിട്ട് അവർ കണ്ടു. അപ്പോൾ വിനീത് പറഞ്ഞു, ഇപ്പം നോക്കി ഒരു മാജിക് നടക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവർ ട്രാക്ക് ആ റീല് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ ആ മ്യൂസിക്കും എഡിറ്റും തീർന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഷോക്കായി. അപ്പം വിനീത് ചിരിച്ചോണ്ടി പറഞ്ഞു. വിനീത് പറഞ്ഞു, ഞാനിത് മലർവാടി തൊട്ട് അനുഭവിക്കുന്നതാണിത്, അതുകൊണ്ട് എനിക്കിതിലൊരു ഞെട്ടലുമില്ല, പൊതുവെയില്ല. അപ്പം ആ ഒരു താളം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കാരണം വെച്ചാൽ ഡയറക്ടറുടെ മനസ്സിലൊരു സിനിമയുണ്ട്, അപ്പം മ്യൂസിക്കായിട്ട് കൺവേ ചെയ്യുമ്പോൾ അദ്ദേഹം മനസ്സിലേക്ക് കൺസ്യൂ ചെയ്യുന്ന ഒരു സിനിമയുണ്ടല്ലോ, അവർക്കത് അതിൻ്റെ ഒരു താളം എങ്ങനെയായിരിക്കുന്നത്.
അപ്പം ഞാനത് വിഷ്വലി എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അത് ഉള്ളത് കൊണ്ടാണല്ലോ അത് കറക്റ്റ് മാച്ചായി വന്നത്. അതുപോലെ ഇപ്പം ഡയമണ്ട് നെക്ലസിൽ ഈ ഫഹദ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു പാട്ട് റീ റെക്കോർഡിങ് സമയത്താണ് നമ്മൾ പാട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വിദ്യ പറഞ്ഞു നമുക്കൊരു പാട്ട് ഇടാം ലാലു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ട് എഴുതിച്ച് പാട്ട് റെക്കോർഡ് ചെയ്ത് പ്ലേസ് ചെയ്ത്. അപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ് റീ റെക്കോർഡിങ് കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആ റീൽ കാണുന്ന സമയത്ത് അപ്പോൾ വിദ്യ പറഞ്ഞു കറക്റ്റ് ടൈമിംഗ് ആണല്ലോ വിദ്യാജി നിങ്ങൾ പ്ലേസ് രഞ്ജാത് അത് നീ കറക്റ്റ് ടൈമിങ്ങിൽ എഡിറ്റ് പണി തന്നതന്നെ താൻ എപ്പടി പണം പിടിച്ചത്. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. മീശ മാധവനിലൊക്കെ നമുക്കറിയാം പിള്ളേച്ചനും ബെഡലിയും ഒക്കെ ആയിട്ട് ഒരുപാട് അവിടെ നിന്നും ഒരുപാട് അങ്ങനത്തെ റോളുകളും ഒക്കെ ഉണ്ട്. ഇപ്പം ജഗതി ചേട്ടൻ, കൊച്ചിൻ അനീഫ, അശോകേട്ടൻ ചേട്ടൻ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഇവരൊക്കെ കൈ നിടുന്നു കേട്ടു. പ്രത്യേകിച്ച് ജഗതി ചേട്ടനൊക്കെ കൈ നിടുന്നു കേട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ലിപ്പ് ഉണ്ടാവില്ല, ലിപ്പില്ലാത്തതിനൊക്കെ ഇടുന്ന സമയത്ത് അത് കളയാൻ തോന്നില്ല, പക്ഷെ സീനിൽ ലിപ്പ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരാറുണ്ടോ? ഇപ്പോൾ ഒരുപാട് ഹ്യൂമർ നല്ല സീൻസൊക്കെ കളയാൻ ഭയങ്കര വിഷം തോന്നും. പക്ഷെ നമുക്ക് ഒരു ടോട്ടൽ കഥ പറയാൻ നമുക്കത് ആവശ്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കളയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ജഗതിച്ചേട്ടൻ പൊതുവെ അഭിനയിച്ചിട്ട് പോകുമ്പോൾ ഞാൻ മുത്തുമ്പോഴും വാരി വിതറിയിട്ടുണ്ട്, ആവശ്യമുള്ള പെറുക്കിയെടുത്തോളം പറയുന്നതാണ് കേട്ടുള്ളത്. അപ്പം നമ്മൾ അതിനകത്ത് ഏറ്റവും നല്ലത് എടുക്കുക, അല്ലാത്തത് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ക്ലാസ്മേറ്റ്സൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി സീൻസ് കളയേണ്ടി വന്നിട്ടുണ്ട് ഹോസ്റ്റലിലേക്ക്. പക്ഷെ നമുക്ക് ടോട്ടൽ പടത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് മാത്രം ചിന്തിക്കാനേ പറ്റുള്ളൂ. കടലയാണോ അതിപ്പോൾ അയ്യപ്പനും കോശിയിലായാലും ഈ ബൈക്കിൽ കോശി അയ്യപ്പനും കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോർഷൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര നിരാശയുണ്ട് അത് കളഞ്ഞ കാര്യത്തിൽ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് അങ്ങനെ വരുമ്പോഴേക്കും പടം ലെങ്ത് കൂടി പോകും. പടം വിജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ പടത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും അന്നേരം നേരെ തലതിരിയും. അത്ര ലെങ്ത് ആയതുകൊണ്ടല്ലേ എന്തിനാണ് അത്ര ലാഗ് വെച്ച് എല്ലാം പറയും. ഇപ്പം വിക്രമാദിത്യൻ പടം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് സെൻസർ ബോർഡ് മെമ്പേഴ്സ് ചോദിച്ചു എന്തിനാണ് ഇത്രയും സ്ലോ ആയിട്ട് പോയി ആ പടം ട്രീറ്റ് ചെയ്ത്, കുറച്ചും കൂടെ സ്പീഡാക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. പക്ഷേ ആ പടം അത്രയും നന്നായി വന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണം ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും അതിനകത്തൊരു നല്ലൊരു മെലഡി സോങ് വേണ്ടെന്ന് വെച്ചിരുന്നു. ഇപ്പോൾ കുറ്റിപ്പാറുമായിട്ട് ഞാൻ ഭയങ്കര ക്ലാഷ് ആയതാണ്. ആ പാട്ട് വേണം, ഞാൻ പറഞ്ഞില്ല എന്ത് വന്നാലും ആ പാട്ട് പടത്തിൽ വയ്ക്കാൻ പറ്റില്ല. അതെ, അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് പടത്തിന്റെ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആൽബത്തിൽ അത് ഇറങ്ങിയിരുന്നോ പാട്ട്? ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നിലും അല്ലാതെ പോകേണ്ടി വരും അല്ലേ പാട്ടുകളൊക്കെ. നമ്മൾ റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും ചോദിക്കാറുണ്ട് മാസ് സിനിമ, റൊമാൻറ്റിക് മൂവി, അങ്ങനെ ഈ ഏത് ജോണറാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങൾ എഴുത്തിന് എങ്ങനെയാന്നൊക്കെ ഒരു എഡിറ്ററോട് ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഏതെങ്കിലും ഒരു ജോണർ കുറച്ച് ടഫാണെന്നോ അല്ലെങ്കിൽ ഇന്ന മേക്കറിന്റെ കൂടെ അത് അവരുടെ രീതിക്ക് മാറ്റം ഉണ്ടെന്നോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇമോഷൻ സീൻസ് ആണ് ടഫ് എന്നാണ്. പലരും വിചാരിക്കും ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ് ഭയങ്കര ടഫ്. ടെക്നിക്കലി നമ്മളതാണല്ലോ ആലോചിക്കുക. അത് ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്പർ ഓഫ് ഷോട്ട്സ് കൂടുതലുണ്ടാവാം, അതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അത് ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫൈറ്റിൻ്റെ ഒരു ഓർഡർ എനിക്കെപ്പോഴും ഞാൻ ആഗ്രഹിക്കാറ് ഫൈറ്റ് മാസ്റ്റേഴ്സ് എനിക്ക് ഫൈറ്റ് ഒന്ന് ഓർഡർ ചെയ്ത് തന്നാൽ പിന്നെ എനിക്ക് അവരുടെ പ്രസൻസ് വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ എമോഷൻ സീൻ നമുക്ക് അതുപോലെ ഇപ്പം ഫൈറ്റ് സീൻ നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, പെട്ടെന്ന് നിങ്ങൾ എൻജോയ് ചെയ്യില്ലേ? നല്ലൊരു ത്രില്ലിംഗ് ആണെങ്കിൽ അതേമാതിരി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കണമല്ലോ എമോഷൻ സീൻസ്. അപ്പോൾ ആ രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ജോലി തന്നെയാണ്. ഇമോഷണൽ സീൻ അങ്ങനെ ഒരു മെമ്മറിയിലുള്ള ഏറ്റവും ടഫായിട്ടുള്ള ഏതായിരിക്കും ചെയ്തതിൽ? കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ എൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ എന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ച ഒരു സീൻ പറയാം. ഹൃദയത്തിൽ നൈറ്റ് ഇറങ്ങിപ്പോകുന്നല്ലേ? അല്ല, ഇറങ്ങിപ്പോയി അവിടെ ബീച്ചിൽ വെച്ച് ദർശന പ്രണവിൻ്റെ ഫേസിൽ നോക്കിയിട്ട് ആ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തതാണ് അത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ദർശനോട് പറയുന്നത് ഇതിനോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളവരാണ് അഥവാ പ്രണവ് ആക്സെപ്റ്റ് ചെയ്തെങ്കിലോ എന്നൊരു ചിന്ത ആകാംക്ഷയോടെ നോക്കിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ വല്ലാത്തല്ലേ. ദർശനം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു 2000-ന്റെ പകുതിയിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ, കാരണം രാജമാണിക്യവും നരേനിലും ഒക്കെ ഒരു മദർ എന്നുള്ളൊരു ഇമോഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നരനില മദർ എന്നുള്ള ഫീൽ ഒരു ഗംഭീരമായിരുന്നു. അത് തീർച്ചയായിട്ടും അവല സോങ്
അമ്മ. അതെ അതെ അതെ. ആ സോങ് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇപ്പൊ ട്രെൻഡാ ഓ നരൻ എന്നുള്ള വിനീതേട്ടൻ തന്നെ പറയാറുണ്ട്. എത്രയോ വർഷത്തിന് ശേഷം അത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുക. കുട്ടികൾ തുള്ളുകയാണ് കോളേജിലൊക്കെ ഇത് വിനീതേട്ടൻ പാടുന്ന സമയത്ത്. അപ്പോൾ ആ പാട്ടിൻ്റെ തന്നെയാണ് BGM ആയിട്ട് ലാലേട്ടൻ്റെ ഇൻട്രോ വരുന്നതും. താഴെ നിന്ന് മറ്റേ കുപ്പിയൊക്കെ എടുത്ത് വരുമ്പോഴും ഈ പാട്ടാ വരുന്നത്. അപ്പൊ അന്ന് ഈ ഇൻട്രോ സെറ്റ് ചെയ്യണ എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ജോഷി സാറുമാണ്. അപ്പോൾ ജോഷി സാറേ ആ സീക്വൻസ് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സീക്വൻസിനനുസരിച്ച് ഞാനത് എഡിറ്റ് ചെയ്തു. പിന്നെ സോങ് പിന്നീടാണ് തീരുമാനിച്ചത്, സോങ് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ആ സോങ് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് അതിൽ ആൾക്കാർ പറയും കാലില് ഒരു കെട്ടായിട്ട് കല്ലിൽ ചവിട്ടിയിട്ട് ലാലേട്ടൻ വരുന്നുണ്ടല്ലോ, അത് ഭയങ്കര പലർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കാലിലെ കെട്ട് വെച്ചിങ്ങനെ കാലൊക്കെയാണ് നമ്മൾ ആദ്യം കാണുക. അങ്ങനെ ആ സമയത്ത് അന്നേരം തോന്നുന്ന കുറെ ഉണ്ടാവും. അതായത് ഇപ്പം അങ്ങനത്തെ കുറെ ഷോർട്സ് എടുത്ത് അതിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും തോന്നിക്കുന്നത്. ഇപ്പം 2020 ക്ലൈമാക്സ് ഫൈറ്റിനിടയ്ക്ക് ആ ഒരു ജീപ്പ് 4 സൈഡിൽ നിന്ന് ഭിത്തി തകർത്തിട്ട് വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ വെച്ചാൽ സാറ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് 7-8 ദിവസം പ്ലാൻ ചെയ്തിരുന്ന ക്ലൈമാക്സ് ആണ്. അതാകെ 4 ദിവസമേ ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ, ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ പോലും സാറ് എടോ ഞാൻ 4 ക്യാമറ വെച്ച് അടിച്ചു വിട്ടു, തനിക്ക് നല്ല കഷ്ടപ്പാടാന്ന് എനിക്കറിയാം, വേറെ നിർവാഹമില്ല. കാരണം ഒരാൾ രാവിലെ വരുമ്പോൾ ഒരാൾ 11 മണിക്ക് വരും. അപ്പോൾ ആ രാവിലെ വന്നയാൾക്ക് ഉച്ചയ്ക്ക് പോകണം, എന്ത് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഇത് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നന്നായിരിക്കുമല്ലോ എന്ന് തോന്നി. ആ സമയത്ത് തോന്നുന്ന രീതി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. 2020 വരുന്നതിന് മുന്നേ നാരനിൽ തന്നെ ഈ പാട്ടില് അതേപോലെ ഈ തടി പിടിക്കാൻ പോകുന്ന മെയിൻ സീനൊക്കെ അതിലാണല്ലോ. പുള്ളി ആ തടി വലിച്ചു കെട്ടി. അപ്പൊ അപ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ആ മാസും അതേസമയം ഇമോഷനും ഒക്കെ വരുന്ന ഒരു പാട്ടാ. ആ പാട്ട് അതൊരു പാട്ടും കൂടി ആവുമ്പം അത് സീൻ ഓർഡർ ചെയ്യുന്നത് ഒക്കെ ജോഷി സാർ ആദ്യം പറഞ്ഞതാണോ, അല്ലെങ്കിൽ സാറിന്റെ ഒരു സാർ അങ്ങ് ചെയ്തിട്ട് പിന്നെ കാണിച്ചത് തന്നെയാണോ? അത് അല്ല, ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് സാറിനെ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ പാട്ട് ഇടാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പാട്ട് ഏതായാലും പാട്ട് റെക്കോർഡിന് അപ്പം ടൈറ്റിൽ സോങ് എന്നായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ. അപ്പോൾ ഈ സീക്വൻസ് ആ പാട്ട് എന്തായാലും പടത്തിൽ വേണം, നല്ല പാട്ടല്ലായിരുന്നു. പലപ്പോഴും പടം റിലീസ് ചെയ്ത ശേഷം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഭയങ്കരമായിട്ട് പല പാട്ടുകളും ആൾക്കാർ ഏറ്റെടുക്കുന്നത്. രണ്ടാം ഭാഗത്തില് മറന്നിട്ടും എന്തിനാ, അത് ലാൽ സാറും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സത്യം എന്ത് ഗംഭീര സോങ്ങാണ്. പക്ഷേ പൂർണിമ ചേച്ചി പറഞ്ഞിട്ടുണ്ട് മക്കൾ ഇത്രയും കാലം കണ്ട് ഈ കോവിഡ് കാലത്ത് എങ്ങാനും ആ പാട്ട് കണ്ടിട്ട് അമ്മയാണല്ലോ ഇത്രയും നല്ല പാട്ടില് എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. അവരെത്രയും വർഷം കഴിഞ്ഞിട്ട് 10-20 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അത് കാണുന്നത്. ഗംഭീരമായ പാട്ടല്ലേ. ഓ പിന്നെ അതിന്റെ ഒരു പരാജയമൊക്കെ ലാൽ സാർ പറയാറുണ്ട്. കാരണം അത്ര ഹൈയില് മറവത്തൂർക്കാനൊക്കെ സക്സസ് ആയി ഇങ്ങനെ നിൽക്കുമ്പോ അല്ലെ, അടുത്ത പടത്തിൽ പ്രതീക്ഷ ഉണ്ടാകുമ്പോ അതങ്ങ് ഭയങ്കര സങ്കടമായി. സാറിനും അത് രണ്ടാമത്തെ സിനിമയല്ലേ? രണ്ടാമതല്ലേ, ഞങ്ങളുടെ 3ാമത്തെ പടം ചന്ദ്രനിക്ക് ദിക്കില്ല. ഇപ്പോ നമ്മള് CID മൂസ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അല്ലേ? CID മൂസൊക്കെയാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്. കുട്ടിക്കാല നൊസ്റ്റാൾജിയിലെ മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ് CID മൂസ എന്ന് പറയുന്നത്. അതിലെ കാറ്, അർജുൻ എന്ന പട്ടി, ഇതൊക്കെ കുട്ടിക്കാലത്തിന്റെ ഭാഗമാണ്. ശരിക്കും എത്ര തവണ കണ്ടു എന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഒരു 90s കിഡ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തവണ CID മൂസ കണ്ടു എന്ന് അറിയണ്ടാവില്ല. CID മൂസയിലെ ആ കാറിന്റെ ചേസിങ് ഉണ്ടല്ലോ, ഇതിൽ കുറേ കാര്യങ്ങൾ നടക്കുക, കുറേ സമയത്തേക്ക് ഇത് തന്നെയാണ് നടക്കുന്നത്. അത് ഇത്തിരി പാടുപെട്ട എഡിറ്റിംഗ് ആണോ? CID മൂസയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കും പേടിയാണ്. കാരണം ജോണി സെക്കൻഡ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് ദിലീപ് ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ചുമ്മാ മിണ്ടാതിരിക്കും. സെക്കൻഡ് പാട്ട് 6 മണിക്കൂർ ഉണ്ടായില്ലേ? അയ്യോ, ഫസ്റ്റ് പാട്ട് എഡിറ്റ് ചെയ്തതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അതൊരു വലിയൊരു എഫേർട്ടായിരുന്നു. കാരണം ഷൂട്ടിങ് തുടങ്ങിയിട്ട് ഷൂട്ടിങ് നിർത്തുന്നത് ജൂലൈ 2-ാം തീയതി രാവിലെയാണ്. എന്ന് തുടങ്ങിയതാ? എന്ന് ഷൂട്ടിങ് തുടങ്ങി അന്ന് തൊട്ട്. അപ്പോൾ അത്രയധികം കണ്ടന്റ് ഉണ്ടായിരുന്നു. ജൂലൈ 4-ാം തീയതി പണം റിലീസുമായിരുന്നു. ജൂലൈ 3-ാം തീയതി രാവിലെയാണ് 2 പാട്ട് അവസാനം എഡിറ്റ് ചെയ്ത് തീർക്കുന്നത്. ജെയിംസ് ബോണ്ടിൻ്റെ ഡിറ്റോ എന്നുള്ള സോങ്, പിന്നെ അർജുനെ ട്രെയിൻ ചെയ്യുന്ന സോങ്. ആ സോങ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദിലീപ് എന്തിനാ സമ്മതിക്കില്ലായിരുന്നു, വേണമെന്ന് പറഞ്ഞായിരുന്നു. സംഭവം ശരിയാണ്. പ്രേക്ഷകന്റെ പെർസ്പെക്റ്റീവില് പട്ടിയുടെ അതൊക്കെ ഒരു എക്സൈറ്റിംഗ് ആയിരുന്നല്ലോ അത് കാണുക എന്ന് പറയുന്നത്. ഈ കാറിന് നമുക്ക് ഇതങ്ങ് കളയാന്ന് വിചാരിക്കല്ലോ. ഈ കാറിന് ഒരുപാട് ഇതുണ്ടല്ലോ, മുളക് പൊടി വരുന്നു, ഫാന് വരുന്നു. അപ്പം ഈ സമയം കൂടുമ്പോൾ ഇതിന്ന് എന്തെങ്കിലും കളയാൻ ശ്രമിച്ചിരുന്നോ? അതൊക്കെ പലതും ആ പടത്തിൽ ഒരുപാട് സീൻസിനിടയിലും പോയിട്ടുണ്ടാകും. ഞാൻ തന്നെ ഫുൾ പടം
പടം റിലീസായ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുൾ പടം കാണുന്നത് തിയേറ്ററിലിരുന്ന്. അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് ഓരോ ഷോട്ടിൻ്റെ ഇടയിൽ കളഞ്ഞത് എന്തുമാത്രമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാ സീനകത്ത് ഇൻബിറ്റ്വീൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാര്യം അന്ന് അതൊന്നും കളക്ട് ചെയ്ത് വെക്കാനുള്ള ചാൻസസ് ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ശരിക്കും അതിൽ കളഞ്ഞ പോർഷൻസ് വെച്ച് ഇപ്പൊ ഇല്ല, ആ കളഞ്ഞ റഷസ് ഒന്നും ഇല്ല അല്ലേ? അന്ന് ഫിലിമിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അതെടുത്ത് വെക്കാൻ ആവശ്യമുള്ള ഇത് മാത്രം, ഒരു സിനിമ ആക്കിയത് മാത്രമല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിൽ ഓടേണ്ട ഒരുപാട് ഓടേണ്ട സാധനങ്ങളായിരുന്നു അത്. പക്ഷെ ഞാനങ്ങനെ കാര്യം ഇപ്പം ഹാർഡ് ഡിസ്ക് ഒക്കെ അഫോർഡബിൾ ആയപ്പം ഞാൻ ഒരു പടത്തിന് റഷസ് കളയാറില്ല. എനിക്കെന്നും ഭയങ്കര ഫീലാണ്. ഒരു പടത്തിന് റഷ് ഡിലീറ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന കാര്യമായിരുന്നു. പക്ഷെ അന്നൊന്നും അത് സാധ്യമില്ലായിരുന്നു. പിന്നെ പക്ഷേ റിമൂവ് ചെയ്ത സീൻസ് രണ്ടാമത് ഇങ്ങനെ കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മളത് ഉപേക്ഷിച്ചതല്ല, പിന്നെ എന്തിനാണ് അത് ജനങ്ങളെ കാണിക്കുന്നത്? അങ്ങനെയാണ് ഇപ്പൊ അത് ട്രെൻഡ് ആണല്ലോ ഡിലീറ്റഡ്. അത് ട്രെൻഡ് എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. കാരണം നമ്മളൊരു പടത്തിന് വേണ്ടി എടുത്തു, അതിനകത്ത് വേണ്ടെന്ന് തീരുമാനിച്ചു, പിന്നെ അത് നമ്മൾ വെറുതെ കാണിച്ച് കുത്തിപ്പൊക്കുന്നതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പറക്കുന്നതിലെ എഡിറ്റിങ് കഴിഞ്ഞ ശേഷം ദിലീപും ഞാനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടായതാണ്. അതിനകത്ത് ഒരുപാട് എഡിറ്റ് ചെയ്ത് കളയേണ്ടി വന്നിരുന്നു. ഒരുപാട് സീൻസ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഒരു 10-20 മിനിറ്റോളം കുറയ്ക്കേണ്ടി വന്നു. ജോണി ആന്റണി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ജോണി അസോസിയേറ്റ്. ദിലീപും ഞാനായിട്ട് ഒരു ദിവസം രാത്രി 9 മണി തൊട്ട് 12 മണി വരെ കുസ്തി. സാറ് കടുംപിടുത്തം പിടിച്ചു അല്ലേ? ഞാൻ ഈവൻ പടം 100 ദിവസം ഓടിയതിനു ശേഷം കൂടി ഒരു ദിവസം മദ്രാസ് വെച്ച് കാണുമ്പോൾ ഡയറക്ടറുടെ ടേക്ക് എന്തായിരുന്നു? ഇപ്പം എന്തോ ഡയറക്ടർ എന്തായിരുന്നു? നേരത്തെ എൻ്റെ കൂടെ സപ്പോർട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ അതിലില്ലേ കൊച്ചിനെ ഇവരുടെ ടോം ആൻഡ് ജെറി ഒരു ഫൈറ്റ് നടക്കുന്നില്ലേ? അല്ല, പലപ്പോഴും ഡയറക്ടേഴ്സിനും ഇങ്ങനെ ഇവരുടെയൊക്കെ ഇടയിൽ ഞാനാണ് വാളുമായിട്ട് നിൽക്കുന്നത്. വെട്ടും. അതോ ഈ ടോം ആൻഡ് ജെറി ഫൈറ്റ് ഓർക്കുന്നുണ്ടോ? അതുപോലെ അതിലും ഈ പറഞ്ഞ വെട്ടലുകൾ കുറെ ഉണ്ടോ? കുറേ ഉണ്ട് തീർച്ചയായിട്ടും. ഇത് ഷോർട്ട് ചെയ്ത് വരുമ്പോഴാണ് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. CID മസൂരായിരുന്നില്ല ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സ്റ്റേറ്റ് അവാർഡ് തന്നെയാണ് ശരിക്കും. കാരണം ഈ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് ഒരു 10 ദിവസം മുമ്പ് ഇന്ത്യ ടുഡേ എന്ന് ഒരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, രഞ്ജൻ ഇത്രയും വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടാത്ത ജോലിയെ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇതുവരെ അവാർഡൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ ജോലിയെ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ജോലിയെ ബാധിച്ചിട്ടില്ല, പക്ഷെ ഒരു അവാർഡ് കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ എന്നെ എൻ്റെ നാട്ടിൽ തിരിച്ചറിയായിരുന്നു. കാരണം ആർക്കും ഈ അവാർഡ് കിട്ടിയെങ്കിൽ ആൾക്കാർക്ക് ഇവന് ഇത്തിരി വെളിച്ചമുള്ള ആളാണെന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജോണി മദ്രാസ് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ വർഷത്തെ അവാർഡിന് വല്ല ചാൻസ് ഉണ്ട്, ഏതെങ്കിലും പടം പോകണേ? ഞാൻ പറഞ്ഞ് അന്ന് മിഴി 2-ലും അമ്മ കിളിക്കൂടെ മറക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് 2ഉം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ എൻ്റെ ആഗ്രഹം CID മ്യൂസിക് ഒരു അവാർഡ് കിട്ടുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞ്. അപ്പോൾ ജോണി ശരിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയില്ല CID മ്യൂസിക് എഡിറ്റർക്ക് അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിന് അവാർഡ് കിട്ടി, എനിക്കൊരു ഭാഗ്യം. 6 മണിക്കൂർ 3 ആക്കിയതിനുള്ള അതിനേക്കാൾ സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന് നാഷണൽ അവാർഡും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ റണ്ണറപ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് സിനിമയിൽ മാത്രം റണ്ണറപ്പിന് അവാർഡില്ലല്ലോ, ഒന്നല്ലേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഡയറക്ഷനിലേക്ക് ചിന്തിച്ചിട്ടേ ആദ്യം പൈസയാണെങ്കിലും ഇപ്പം ഇത്രയും നമ്മളൊരു സിനിമ ഉണ്ടാക്കി ടേബിളിൽ, ഡയറക്ഷൻ അപ്പം ചിന്തിച്ചിട്ടില്ല. എന്നെ എപ്പോഴും പ്രലോഭിപ്പിക്കുന്ന പലരും ഇങ്ങനെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ വീണിട്ടില്ല എന്നാണ്. കാരണം കുറേ പേര് ഒരുപാട് പേര് ഡയറക്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു സിനിമ ചെയ്തിട്ട് വേണം അത്. അവസാനം കഴിഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് ലാലും പറഞ്ഞു, താനൊരു പടം ഡയറക്ടർ വേണം, എനിക്കൊന്ന് പടം കാണാൻ തിയേറ്ററിൽ വരാം. ഞാൻ പറഞ്ഞു എനിക്ക് അതിലിപ്പോൾ പൂർത്തിയായി, എല്ലാവരും ഇറങ്ങുമല്ലേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാർ വന്നിരിക്കും, ഡയറക്ടർമാർ സിനിമക്കാർ കുറേ ഡയറക്ടേഴ്സ് ഇറങ്ങും. ഇതുപോലെ നരന്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാജമാണിക്യം അത് എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. റഹ്മാൻക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഇതെന്താവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, ആകെ ഉറപ്പുണ്ടായിരുന്നത് മമ്മൂക്കയ്ക്ക് മാത്രമായിരുന്നു. നിങ്ങൾക്ക് അത് കണ്ടു? കാരണം അൻവർ റഷീദിൻ്റെ ഒരു പടം വരികയാണ്, ആദ്യമാണ് ഒരു വേറെ ടീം വരികയാണ് അല്ലേ? അപ്പോൾ രഞ്ജൻ സാറിന് അത് എഡിറ്റിംഗ് ടേബിളിൽ കണ്ടപ്പോൾ എന്തായിരുന്നു സിനിമേൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? അത് പടം തീർച്ചയായിട്ടും വിജയിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് നല്ല ഭയങ്കര അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ. പിന്നെ അൻവറിൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് അത്രയും സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കരുതി അൻവറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഒരുപാട് എടുത്തു വെച്ചതാണോ അല്ലെ?
കൃത്യമായിരിക്കില്ല, പക്ഷെ എന്നാൽ പോലും ഏകദേശം കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് വേണ്ട കണ്ടന്റ് ഇത്രയും മതി എന്നുള്ള കാര്യത്തിൽ അൻവറിനൊരു ധാരണ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു. കാരണം ആ ഒരു പടം 1 മണിക്കൂർ 57 മിനിറ്റേ ഉള്ളൂ. എന്നിട്ടും അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എന്തിനാണ് സിനിമ 2.5 മണിക്കൂർ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ ഇവിടെ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ നിർത്താൻ വേണ്ടി ഗുസ്തി പിടിക്കേണ്ടി വരുന്നു പലപ്പോഴും. 3 മണിക്കൂർ സിനിമകളും ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ 2. പക്ഷെ 2 മണിക്കൂർ നിൽക്കുന്നില്ല. ഇപ്പൊ ഹൃദയായാലും 2.25 മണിക്കൂറുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉണ്ട് ഏകദേശം 35. ഹൃദയത്തിൽ വാശി പിടിച്ചോ? ഹൃദയത്തിലൊക്കെ വാശി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനൊന്നും വാശി പിടിച്ച് ഒരിക്കലും കുറച്ചിട്ടില്ല. അതിപ്പോഴും തുടരുന്നുണ്ട്. ഹൃദയം വിനീത് ആദ്യമേ പറഞ്ഞത് രഞ്ജേട്ടാ ഇത് 4 മണിക്കൂർ പടമായിരിക്കും, രഞ്ജേട്ടൻ അത് 3 മണിക്കൂർ ആക്കാന്നുള്ളതാണ് രഞ്ജൻ്റെ ജോലി. 3 മണിക്കൂർ പടമാക്കി തരുമെന്ന് പറഞ്ഞ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് ഡബ്ബിങ്ങിന് വിടുമ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യമേ 2.25 മണിക്കൂർ ആക്കിയിരുന്നു. ഇനി ഇത് കാണുമ്പോൾ 2.25 മണിക്കൂറേ കാണിച്ചുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് വീണ്ടും ചുരണ്ടി ഞങ്ങളെയൊക്കെ ഒരു കുട്ടിക്കാലത്തെ കൗതുകങ്ങളിൽ ഒന്നാണ് ട്വിൻസ് അല്ലെങ്കിൽ ഇരട്ട റോളുകൾ ചെയ്യുക. അങ്ങനെ അല്ലേ നമ്മൾ ആ ഒരു കാലത്ത് 90s ഇത് കാണുമ്പോൾ മുമ്പുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഭയങ്കര നാച്ചുറലായ വിധം മിഴി 2-ലും പട്ടണത്തിൽ ഭൂതം ചെയ്തിട്ടുണ്ട്. പിന്നെ രാവണപ്രഭു എടുത്തു പറയേണ്ടത് രാവണപ്രഭു. കാരണം അത് 2 മാസ് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ ദേവാസുരത്തിൽ ഓൾറെഡി നീലകണ്ഠനെ കണ്ടിട്ട് പിന്നെ കാർത്തികേയനും കൂടെ വരികയാണ്. കെ നാരായണൻ അല്ലേ ദേവാസുരം എഡിറ്റ് ചെയ്തിരുന്ന പുള്ളിയാണ്. വിശേഷി പാടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ രഞ്ജിത്ത് ചേട്ടൻ ചെയ്യുന്നു, ചേട്ടൻ എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഓൾറെഡി ഒരു സാധനം അവിടെ ഉണ്ട്. ഒരു ഹിമാലയവും ചെറിയ താഴെ പുൽക്കൊടിയായിരുന്നു വ്യത്യാസം. നാരായണ സാർ എന്നൊക്കെ പറഞ്ഞ വലിയ അങ്ങനെയായിരുന്നു. അപ്പൊ പുള്ളി ചെയ്തു വെച്ചതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണല്ലോ എങ്ങനെയൊക്കെ പറഞ്ഞാലും. ഒരു വേറെ പടമാണെങ്കിൽ കൂടി. അപ്പൊ പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല ഞാൻ. ആ കൂടെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഞാൻ ദേവാസുരം ഒരു പ്രാവശ്യം കണ്ടിരുന്നു. എഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ ഒന്ന് കണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നെ ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അങ്ങ് ചെയ്തു പോകുന്നു. പിന്നെ ഡബിൾ റോൾ ആണെങ്കിലും അത് VFX ഇപ്പോൾ പിന്നെ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുണ്ടല്ലോ, അതൊരു വലിയൊരു ഗുണം തന്നെയാണ്. എഡിറ്റേഴ്സിന് അതിലൊരു റിസ്ക് വരുന്നില്ല അല്ലെ ഈ ട്വിൻസ് എഡിറ്റ് ചെയ്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സൗകര്യമാണ്. ഇപ്പോൾ VFX ചെയ്യുന്നവർക്ക് ഇപ്പോൾ 2ാം ഭാഗമാണ് ആദ്യം ഞാൻ അങ്ങനെ ഒരു ഡ്യുവൽ റോളിൻ്റെ പടം ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ അന്ന് VFX ഹൈദരാബാദിലുള്ളൊരു ടീമാണ് ചെയ്തിരുന്നത്. അന്നൊന്നും ഇത്രയധികം പോപ്പുലർ ആയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പക്ഷെ ഞാനന്ന് എല്ലാം കറക്റ്റായിട്ട് 2 ഷോട്ടുകൾ മാച്ച് ചെയ്ത് കൊടുത്തിരുന്നത്, ടൈമിങ് കറക്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടുന്നത്. മറ്റേ ഷോട്ട് വന്ന് ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ മാച്ച് ചെയ്ത് കഷ്ടപ്പെടുന്നു. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്. ഇപ്പം എനിക്കറിയാം 2 ഷോട്ടിന് ടൈമിങ് ഇന്നമാതിരി വെച്ചാൽ കറക്റ്റായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ അത് നോൺലി ഇല്ലാന്നുകൊണ്ടാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. രാവണപ്രഭുവിൻ്റെ ക്ലൈമാക്സ് എല്ലാവരും ഓർക്കുന്ന വിജയരാഘവൻ സാറൊക്കെ ഞാൻ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് കത്തി എറിയുന്നതും അല്ലെ ഒരാൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലും എന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ക്ലൈമാക്സുകൾ ചെയ്യുമ്പോൾ അതൊന്ന് മുറിക്കാനും ഡയറക്ടർക്ക് ഒരു താല്പര്യക്കുറവുണ്ടാവില്ല. കാരണം അവർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പം നമ്മളിത് ഓർഡറിലാണ് എപ്പോഴും ചെയ്യുക, അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് ആദ്യമേ ക്ലൈമാക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന അവസ്ഥയും വരാറുണ്ട്. ഫസ്റ്റ് എഡിറ്റിംഗ് സമയത്ത് അങ്ങനെ ഓർഡറിലായിരിക്കില്ല എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ എഡിറ്റ് ഓരോ സീൻസ് വരുന്നത് ഞാൻ എപ്പോഴും ഷൂട്ടിംഗ് തുടങ്ങി ഒരു 2-3 ദിവസം കഴിയുമ്പോഴേ എഡിറ്റ് തുടങ്ങും. അപ്പോൾ ഇല്ലെങ്കിൽ അങ്ങ് എത്താൻ പാടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡറിലൊന്ന് കാണും, കണ്ടിട്ട് അതിനകത്ത് ഇപ്പോൾ വിത്ത് ഡയറക്ടർ കണ്ട് അതിനകത്ത് വേണ്ട കറക്ഷൻസ് ഒന്നും ചെയ്യാണ്ട് ചെയ്തതിന് ശേഷമാണ് ഡബ്ബിങ്ങിന് വിടുന്നത്. ഡബ്ബ് ചെയ്ത് വന്നു കഴിയുമ്പോൾ പിന്നെ കഥയുടെ ഓർഡറിലാണല്ലോ പിന്നെ ഫൈനൽ എഡിറ്റ് പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം അന്നേരം ആ ഒരു മൂഡിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നതും. ആ കഥയുടെ ഒരു മൂഡ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓരോ പടത്തിനും ഓരോ താളം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരിക്കലും നരൻ എഡിറ്റ് ചെയ്ത മൂഡിൽ മിഴി 2-ലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. ഈ ഫൈറ്റ് ചെയ്യുമ്പോ നമ്മളിപ്പോ രാവണപ്രഭുക്ക് പറഞ്ഞാലും ആ മൂഡ് ഇങ്ങനെ ക്രിയേറ്റ് ആയി വരില്ലേ. മറ്റേതൊക്കെ സ്ലോ പേസ് പോകുന്ന പടങ്ങളും. വിനീത് പറയും രഞ്ജന്റെ ഫൈറ്റ് എഡിറ്റൊക്കെ ഒരു ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അത് നമ്മളാ ത്രില്ലിലായിരിക്കും അല്ലേ. ഇപ്പൊ ലാലേട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ഡബിൾ റോളൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ 4 ഭിത്തി ഇടിച്ചെറിഞ്ഞ് വരുന്നത് ആ എഡിറ്റ് ചെയ്യുന്ന ഈ സമയത്തുള്ള ആ ഒരു ഫീലാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്.
2020 ഇത്രയാള്, കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ക്ലൈമാക്സിലേക്ക് ഇവർ 3 നടന്നു വരുന്നത്, അല്ലെങ്കിൽ അതിൽ എല്ലായിടത്തും ഉണ്ടാവും ഒരു 3 ഇപ്പം ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ജയറാം വരുന്ന സമയം വരും, അല്ലെങ്കിലും വരും. അപ്പൊ ഇത് എഡിറ്ററും കൂടെയാണല്ലോ ഇവരെ ബാലൻസ് ചെയ്യുന്നത്. എടുത്തു വെച്ചതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ ആ ബാലൻസ് പോയി, പ്രേക്ഷകരെ ഇവരാണോ എന്ന് അപ്പോൾ ചൂഴ്ന്ന് നോക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു ശ്രദ്ധ കൂടുതൽ വരുമായിരുന്നോ? അതെപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ, കാരണം മൾട്ടി സ്റ്റാർ വരുമ്പോഴാർക്കും ബാലൻസിങ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ചിലപ്പോൾ ഒരു ഷോട്ട് കൂടുതലുണ്ടെങ്കിൽ പോലും ആ ബാലൻസിങ് പോകാം. അതുപോലെ ഇപ്പം നരനൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര തെളിവില്ല, അതിനകത്ത് അത്രയും ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത്രയും ഹെവിയായ പടമല്ലേ അത്. ഞാൻ സൂപ്പർ സുബ്രഹ്മണ്യനായിരുന്നു എൻ്റെ ഫൈറ്റ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം വന്നൊന്ന് ഓർഡർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫൈറ്റൊക്കെ ഭയങ്കര ടഫാണ്. എപ്പോഴും ഓരോ ഷോട്ടിന് 8 ഫ്രെയിമിൽ കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഫൈറ്റിൽ. ഞാൻ എപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പല പടം ഞാൻ എഡിറ്റ് ചെയ്തിടുമ്പം, അപ്പോൾ അദ്ദേഹം വന്നൊന്ന് ഓർഡർ ചെയ്തിട്ടാണെങ്കിൽ എളുപ്പമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസം വെയിറ്റ് ചെയ്തു ഇദ്ദേഹം വരാൻ വേണ്ടി. അവസാനം ഒരു ദിവസം ഇദ്ദേഹം വന്നു. പക്ഷേ ഇദ്ദേഹം നമുക്ക് എഡിറ്റ് ചെയ്ത് പോകാൻ സാർ. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറേ നേരം കേട്ട് എനിക്ക് ഓർക്കും 2 മണിക്കൂറുണ്ടായ 10 സെക്കൻഡ് പോലും എഡിറ്റ് ആയില്ല. ഇപ്പം എന്ന് ചെയ്ത് തീർക്കും, ഇവിടെയാണ് പടം തീർക്കണം, റിലീസ് ഡേറ്റ് ഉണ്ട്. അങ്ങനെ ഭാഗ്യത്തിന് അന്ന് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്ത് ഇവർ ലഞ്ച് കഴിഞ്ഞിട്ട് ഇവർ വേറെ ഏതോ പടത്തിൻ്റെ ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് പോയി. അപ്പോൾ മാനേജർ വെച്ച് പറഞ്ഞില്ല, അത് ചേട്ടാ അവർ വേറെ ഏതൊരു വർക്ക് വേണ്ട ഇന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാർത്തിക്, ഇനി ഞാൻ പറഞ്ഞിട്ട് അവർ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കാർത്തികിന് അപ്പോഴേ മനസ്സിലായി. അപ്പോൾ കാർത്തിക് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞതാണ് എന്നിട്ട് അവർ ഭയങ്കര ബിസിയാണ്, അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ അവർ പറയുന്ന സമയത്ത് ചെന്നില്ലെങ്കിൽ പ്രോബ്ലം ആകും മാസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല സാറില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് ഞാൻ ചെയ്തു. അതിൽ ചില ഒരു ഫൈറ്റിലൊക്കെ രസമുള്ളതെന്ന് വെച്ചാൽ സിദ്ദിഖിനെ ലാസ്റ്റിലൊക്കെ ഒരു മുക്കുന്ന ആ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഒരടി കൊടുത്തിട്ട് രേഖ ചേച്ചിയെ നോക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ കറക്റ്റ് നമ്മൾ അത് സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ അവിടെ സാധാ ഒരു ഫൈറ്റ് നടന്നു, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടിക്കുകയാണ് എന്നുള്ളൊരു സാധനം കൊടുക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ റിയാക്ഷനൊക്കെ ഇട്ടത് ഫൈറ്റിന്റെ ഇടയിലൊരു ഇമോഷൻ അപ്പോഴല്ലേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു ഇനി താൻ തന്നെ ഫൈറ്റൊക്കെ എഡിറ്റ് ചെയ്താൽ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര സ്ട്രെയിനാണ്. കാര്യം ഈ ഓർഡർ ചെയ്ത് കിട്ടിയാൽ എളുപ്പമാണ്, പിന്നെ ബാക്കി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ പോരെ. ശരിക്കും ഡൗട്ട് പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും ഭയങ്കര നിരാശയായിരുന്നു, ഭയങ്കര ലെങ്ത് കൂടുതലായിരുന്നു. നരൻ പിന്നെ ഒരു എഡിറ്റിംഗ് ആയിരുന്നത്. അപ്പോഴാണ് ഇപ്പോഴത്തെ നരൻ വന്നത്. സാറ് വെച്ചപ്പോൾ സ്ക്രീൻ പ്ലേ 5 നമ്പർ എടുത്തിടുക. നേരത്തെ ഡയറക്ഷൻ ചോദിച്ച പോലെ സ്ക്രീൻ പ്ലേനും കൈവയ്ക്കാൻ തോന്നിയിട്ടില്ല ഇല്ലേ? ഒരിക്കലും ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ എഴുതാൻ വരുമോ? എഴുതാൻ അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ഒത്തിരി വായിക്കുന്ന ആളായിരുന്നു. ബാച്ചിലറായിരുന്ന കാലത്ത് ഞാനും സത്യേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ഷിബു ബാലൻ, ഞങ്ങളുടെ ഒന്നിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇല്ല. അപ്പം വായന ഇന്നും എനിക്ക് ക്രേസ് തന്നെയാണ്. അപ്പോൾ ആ വായനയ്ക്കായിരിക്കും എന്നെ പിടിച്ചു നിർത്തണേന്ന് തോന്നുന്നു. ഈ എഡിറ്റിങ്ങിന്റെ തുടക്കകാലത്തൊക്കെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന കാലത്ത് ഇങ്ങനത്തെ ബാക്കപ്പും കാര്യങ്ങളും ഇത്രയും എഫക്റ്റീവ് അല്ലാത്ത സമയത്ത് മിസ്സായി പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചത് പിറ്റേന്ന് നോക്കുമ്പോൾ ഇല്ലാതൊരു അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം അനുഭവിച്ചത് ചന്ദ്രയുദ്ധിക്ക് നദിക്ക്, അതായിരുന്നു ആദ്യം ഞാൻ നോണിൽ എഡിറ്റ് ചെയ്യുന്ന പടം. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സോങ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു എറർ വന്നു, ഒരു കൈപ്പത്തി എന്നൊരു മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സിസ്റ്റം സ്റ്റക്കായി, ആവിഡ് കിറ്റായി. പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ബിന്നിനകത്തുണ്ടായിരുന്ന ഒന്നും കാണുന്നില്ല ആ സോങ്ങിൻ്റെ. അതുപോലെ എഡിറ്റും ഇല്ല, ഒന്നുമില്ല. ദൈവമേ, തലേ കഴിച്ചോ, എന്ത് ചെയ്യും? പിന്നെ അത് ബാക്കപ്പിൽ നിന്ന് കിട്ടാവുന്നത് എടുത്ത് ബാക്കിയെല്ലാം വീണ്ടും ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് രണ്ടാമതൊരു എഡിറ്റ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കറക്ഷൻ ചെയ്യാൻ ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് മാറ്റും, കാണുമ്പോൾ ഒന്നും കൂടെ മാറ്റാൻ തോന്നി എഡിറ്റ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഒരു ഫ്രഷായിട്ട് ഒരു സീൻ രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പം വലിയൊരു സ്ട്രെയിനാണ് ഉണ്ടാവാറ്. അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചു. പിന്നെ അതുപോലെ അന്ന് ആ പടത്തിന് തന്നെ റീ റെക്കോർഡിങ്ങിന് റീൽസ് കൊടുക്കാൻ നേരത്തും, അപ്പോൾ ആദ്യം സോങ് ഈ എറർ വന്ന സമയത്ത് കറക്റ്റ് ലാലു പാട്ട് കാണാൻ വന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ലാലു ശരിക്കും ഷോക്കായിപ്പോയി. ദെൻ അതിൻ്റെ റീ റെക്കോർഡിങ്ങിന് റീല്
ഔട്ട് അന്ന് ബീറ്റ റെക്കോർഡിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ മാതിരി ഡിജിറ്റലോ അല്ല മെയിലിലോ നടക്കില്ലായിരുന്നു. ബീറ്റ റെക്കോർഡിൽ അപ്പം ഞാനാണെങ്കിൽ മൂവികളിലാണ് അതുവരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീറ്റ റെക്കോർഡറൊക്കെ ആദ്യമായിട്ട് കാണുന്നതും അത് ഓപ്പറേറ്റ്. അപ്പോൾ ആദ്യം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ട്രയലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം ഓക്കെ. ഇവിടെ പ്ലേ കൊടുത്തു, ഡിജിറ്റൽ കട്ട് പ്ലേ കൊടുത്ത സമയത്ത് വീണ്ടും ആ എറർ ഒന്ന് കൈപ്പത്തി കണ്ട് അപ്പോൾ തീരുമാനിച്ച സംഭവം പോയി. അതുപോലെ തന്നെ പിന്നെ അതിനുള്ള കംപ്ലീറ്റ് റീൽസും ഡാറ്റ കാണാനില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിന് ആദ്യത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത് ഔട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ഒരു ബിന്നിൻ്റെ ഒരു കോപ്പി എടുത്ത് വേറെ വെച്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്ലോസ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ശരിക്കും പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് ഒരു ഹാഫ് ഡേ മാത്രം പ്രോഗ്രാം മാറ്റേണ്ടി വന്നു. പക്ഷെ അത് പിന്നീട് അങ്ങനെയുള്ള പ്രശ്നം വളരെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഹാർഡ് ഡിസ്ക് ക്രാഷ് ആവുക, ചിലപ്പോൾ റീഡ് ആവാതിരിക്കുക, ചിലപ്പോൾ രാത്രി ഓഫ് ചെയ്ത് പോകുന്നവർ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, രാവിലെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് റീഡായിട്ടുണ്ടാവില്ല, ഫയൽ കറക്റ്റഡ് ആവും. അതായത് കുറേ പ്രാവശ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലുള്ള ഫയൽസ് കറക്റ്റഡ് ആവേണ്ട ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ബാക്കപ്പ് എപ്പോഴും എടുത്ത് വയ്ക്കും. എല്ലാ പടത്തിനും ഉണ്ടാവും ബാക്കപ്പ് ഫയൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യാനുള്ള സമയം മാത്രമേ വേണ്ടി വരുള്ളൂ. വിനീതേട്ടൻ്റെ കൂടെ ഇപ്പോൾ ജേക്കബിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൃദയത്തിലും ഇപ്പോൾ വർഷങ്ങളും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ വിനീത് ശ്രീനിവാസൻ എന്നുള്ളൊരു യങ് ഡയറക്ടറുടെ കൂടെയുള്ള വർക്കിംഗ് എങ്ങനെയാണ്? വളരെ ഫ്രീ ആണ്, വളരെ സുഖമാണ് വർക്ക്. വിനീതിനെ ആദ്യത്തെ പടം തൊട്ട് എല്ലാ പടം വർക്ക് ചെയ്തിട്ടുണ്ട്. വിനീതിനെ എഡിറ്റ് ചെയ്ത് വിനീത് എപ്പോഴും പറയുന്നത് ഫൈനൽ എഡിറ്റ് മാത്രമേ എന്നെ കാണിച്ചാൽ മതി, അതിനുള്ള റഫ് എഡിറ്റൊന്നും എനിക്ക് കാണണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു നമുക്കൊരു കൂടുതൽ സ്ട്രെയിനുണ്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ അത് തിര എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ വിനീത് ഒരു 2 സീനെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിനീതിനോട് പറഞ്ഞു, വിനീത ഞാനൊരു 2 സീൻ ഒന്ന് അയച്ചെന്ന് കാണുമെന്ന് ചോദിച്ചു. പിന്നെ നീ അതൊന്നും വേണ്ട വെച്ചിട്ട് ഈ പടത്തിന് ഒരു എക്സ്ക്യൂസില്ല, എനിക്ക് ഫൈനൽ എഡിറ്റ് മാത്രമേ ഉണ്ടായി. അപ്പം തിരയുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞും എൻ്റെ മേക്കിംഗ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നല്ലോ, എൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കും അതൊന്ന് വിനീതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങ് എഡിറ്റ് ചെയ്തു. അതൊരു പ്രത്യേക മൂഡും ഒരു താളം തന്നെയായിരുന്നു. കാരണം അതിൽ ഷാൻ റഹ്മാൻ ഒരു ദിവസം പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് റീ റെക്കോർഡിങ് സമയത്ത് അതിൽ ചേസീൻ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ രാത്രി 3 മണി വരെ ഇരുന്നിട്ട് ഇവർക്ക് അതിനൊരു ടെമ്പോ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിനീത് പറഞ്ഞു ഞാൻ പോവുക, ഇന്ന് നമുക്ക് നാളെ നോക്കാമെന്ന് പറഞ്ഞ് വിനീത് പോയെന്ന് പറഞ്ഞു വീട്ടിൽ. കഴിഞ്ഞ് ഷാൻ എന്നിട്ട് ഇത് ഓഫ് ചെയ്യാൻ മനസ്സ് വരാതെ ഇതിങ്ങനെ പ്ലേ ചെയ്തോണ്ട് ഇങ്ങനത്തെ കൈകൊണ്ട് താളം പിടിച്ചിരുന്ന് ഏതോ ഒരു മൊമെൻറ്റിൽ എനിക്ക് ആ ടെമ്പോ കിട്ടി. എന്ത് കട്ടാ ഭാഷ നടത്തിയെന്ന് ചോദിച്ച്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു പടം. അതുപോലെ ഓരോ പിന്നെ സ്റ്റോറി ടെല്ലിങ്സ്, ജേക്കബിൻ്റെ സൂര്യരാജ്യത്തിൽ 1000 സ്റ്റീൽസ് പോകുന്ന സീക്വൻസ്, അതൊരു ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 18 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു 8-9 മിനിറ്റ് മതി രഞ്ജിട്ട്, അതിൽ കൂടുതൽ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊരു 3-3.5 മിനിറ്റ് കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല വിനീതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അവൻ്റെ ഒരു പാട്ട് തരാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പ്രശ്നമില്ല, നമുക്ക് പാട്ട് റെഡിയാക്കാന്ന്. എന്നിലെരിഞ്ഞു എന്നുള്ള പാട്ടായിരുന്നു ആ പാട്ട്. അപ്പോൾ ആ പാട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊരു 3.5 മിനിറ്റിനുള്ളിൽ ആ കഥ മുഴുവൻ പറയാൻ പറ്റി. അതിപ്പോൾ പല സീക്വൻസ് പടങ്ങളിലും അത് തന്നെ പിന്നീട് സംഭവിക്കുന്നുണ്ട്. ചെന്നൈ പട്ടണം, വടക്ക സെൽഫിയിൽ, ഹൃദയത്തിൽ 15 പാട്ടില്ലേ. അതെ, 15 പാട്ടും വർഷങ്ങൾ വരുമ്പോ എല്ലാരും ഈ വിനീത് ശ്രീനിവാസൻ പടത്തിൽ എന്താ പാട്ട് കുറവ് എന്നായി അല്ലേ, അത്ര അധികം കേട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോ. അപ്പൊ അതില് ഈ രണ്ടിലും വർക്കിങ്ങോ എങ്ങനെയാ ഒരു വ്യത്യാസം തോന്നുന്നത്? ഹൃദയത്തിൽ 8 പാട്ടായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത് ബിഫോർ ഷൂട്ടിങ്. അപ്പോഴേ ഞാൻ ഹിഷാമിനോട് പറഞ്ഞു എന്തായാലും 2 പാട്ട് കൂടുതൽ വരും കേട്ടോ മിനിമം. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും പാട്ടുകൾ പല സീക്വൻസിലും ആഡ് ചെയ്യാൻ തോന്നാറുണ്ടായിരുന്നു. പിന്നെ ഹൃദയം ഇടയ്ക്ക് ബ്രേക്കായി ലോക്ക്ഡൗൺ കാരണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും 4 പാട്ട് അവർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും 2 പാട്ടും കൂടെ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു പാട്ടും കൊണ്ടിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പോഴും പടത്തിൽ. പിന്നെ ഈ പടത്തിലും ശരിക്കും പറഞ്ഞാൽ ഒരു 3 പാട്ട് 4 പാട്ടല്ലേ ഉള്ളൂ പാട്ടായിട്ടുള്ളത്. അതില് 2 എണ്ണമാണല്ലോ നമ്മള് കൂടുതൽ പരിചിതമായിട്ട്, ജീവിതകഥകളെ ജ്ഞാപകമാണല്ലോ എല്ലാവരും. വിനീതന്റെ ഇത്രയും ജേണി കണ്ട ഒരാള് എന്നുള്ള രീതിയിൽ സാറിന് ആ ഡയറക്ടർ വിനീത് ശ്രീനിവാസനെ ഇപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? എനിക്ക് ആ ഗ്രോത്തിന് ഉണ്ടല്ലോ, വിനീത് അന്നും ഇന്നും ഏറ്റവും ഡെഡിക്കേറ്റഡ്, വർക്കിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. വിനീതിനെ സംബന്ധിച്ചുള്ള ഒരു സിനിമ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് അതിൽ തന്നെയാണ് ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ടിരിക്കുക. ഒരു പാട്ട് പാടാൻ വിളിച്ചാൽ പോലും പോകില്ല, അത്രയും ആ സിനിമയെ സ്നേഹിച്ച് സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഷൂട്ടിംഗ് സമയത്തായാലും ക്യാമറയുടെ അടുത്തുനിന്ന് 1 മിനിറ്റ് മാറാൻ നിൽക്കാറില്ല.
ഞാൻ വിനീത് ആവശ്യമില്ലാതെ ഇപ്പോൾ ഷൂട്ട് സമയത്ത് ഇപ്പോൾ അവിടെ ചെന്നാൽ പോലും വിനീത് രചന പോവല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതാണ് അവിടെ ഒരു മിനിറ്റ് പോലും വേസ്റ്റാകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു കഥയും അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കണം. അതിൻ്റെ മ്യൂസിക് മിക്കവാറും പടങ്ങളിൽ റീ റെക്കോർഡിങ് മ്യൂസിക്കുകൾ പലതും ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ അദ്ദേഹം റെഡിയാക്കിയിട്ടുണ്ടാകും. ഫസ്റ്റ് എഡിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ മിക്കവാറും സീൻസിൻ്റെ മ്യൂസിക്കുകളും അദ്ദേഹം മ്യൂസിക് കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്രയും മനസ്സിൽ ഡെഡിക്കേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അത് വലിയ കാര്യം തന്നെയാണ്. ശരിക്കും എപ്പോഴും യങ് ഡയറക്ടേഴ്സിനോട് പലരും പുതിയതായിട്ട് അറിഞ്ഞത് ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യങ്ങൾ ഇതാണ്. പറഞ്ഞ പോലെ എഡിറ്റിംഗിലേക്ക് പുതിയ ആൾക്കാർ വരിക എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ? അപ്പം അരവിന്ദ് സാർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറച്ച് പൈസ കിട്ടുന്ന സ്ഥലമാണ് എഡിറ്റിംഗ് പണ്ട് പറഞ്ഞു. ഇപ്പം സ്വാഭാവികമായിട്ടും സീനിയർ ആണോണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ പുതിയ ആളുകൾക്ക് ഇപ്പം എങ്ങനെയാ കമ്പാരിറ്റീവ്ലി? ഇപ്പോഴും ആ ഗുസ്തിയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും പലരും മാക്സിമം എത്ര കുറച്ച് തരാൻ പറ്റുന്നതാണ് നോക്കാറ്. ഒരിക്കലും നമ്മുടെ ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ളൊരു വേതനം തരാൻ ആരും മനസ്സ് കാണിക്കാറില്ല. നമ്മളൊരു പടത്തിൽ എത്രമാത്രം ഇൻവോൾവായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു പടം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മിക്കവാറും അത് റിലീസ് കഴിഞ്ഞാൽ പോലും ഞാൻ ഫ്രീ ആവാറില്ല. അതിൻ്റെതായ ഓരോ ജോലികളുണ്ടാവും. അപ്പോൾ അതവർ കൺസിഡർ ചെയ്യാന്നുള്ളത് അവരുടെ ഒരു അപ്പോൾ ഈ ഒന്നാമത് ഞങ്ങളൊന്നും അധികം ലൈം ലൈറ്റിൽ വരാത്തതുകൊണ്ട് തന്നെ ഗുസ്തി പിടിക്കാൻ നിൽക്കാറില്ല. പിന്നെ എല്ലാവർക്കും പേടിയാണ്, അയ്യോ അടുത്ത പടം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും. ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തപ്പം എല്ലാവർക്കും മനസ്സിലൊരു പേടി ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ആ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞു, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും. ഉള്ളതാവട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയ ആൾക്കാർക്ക് ആ സ്ട്രഗിൾ ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും സ്ട്രഗിളുണ്ട്, അവർക്കുണ്ട്. പിന്നെ പുതിയ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞതിൽ ആഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി മേഖലകളിലേക്ക് സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അതും കുറച്ചു കാലം അല്ലേ, ഈ ഒരു ടെക്നോളജി വന്നതിൻ്റെ ഒപ്പം അല്ലേ വന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണമായിട്ടാണോ കാണുന്നത്? ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമൊന്നുമില്ല. ഇപ്പം എനിക്കതിനകത്തൊരു പോസിറ്റീവായിട്ട് എനിക്കൊരു ഹെൽപ്പ് ആവാമെന്ന് തോന്നുന്നത് ഇപ്പോൾ ഫൈറ്റ് സീക്വൻസ് അതുപോലെ കോറിയോഗ്രാഫി സോങ്സ് അത് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർ വെച്ച് അവരല്ലേ. പിന്നെ പണ്ടൊക്കെ വെച്ചാൽ അവർ എഡിറ്റിൽ പറഞ്ഞമായിരുന്നു ഓർഡർ ചെയ്ത് തരാൻ. അത് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടിയാൽ എളുപ്പമാണ് തീർച്ചയായിട്ടും. അതുപോലെ സോങ്സ് അല്ലെങ്കിൽ കോറിയോഗ്രാഫി സോങ്സൊക്കെ അവിടെ നിന്ന് തന്നെ സിങ്ക് ചെയ്ത് കിട്ടിയാൽ എളുപ്പമാണ്. അല്ലാത്തതൊക്കെ പിന്നെ എനിക്ക് സ്വന്തമായി ചെയ്യാൻ തന്നെയാണ്. കാരണം വേറൊരു വർക്ക് കണ്ടിട്ട് ഞാൻ അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും, അല്ല അതാണോ ശരി ഇതാണോ ശരി, ഇങ്ങനെയുള്ള സംശയം. അതെ, ഇതാവുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. ട്രെയിലർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ടല്ലേ ഉള്ളൂ ഈ ഒരു സംസ്കാരം. ട്രെയിലർ എഡിറ്റ് ചെയ്യാറില്ല. അല്ല, അപ്പൊ അത് വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ അതിനെങ്ങനെയാ കാണുക? ട്രെയിലർ ചെയ്യാൻ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് മനസ്സിലൊരു ധാരണയുണ്ടാവും. അതുകൊണ്ട് തന്നെ വെച്ചാൽ അവർ ചെയ്യുമ്പോഴും ഞാൻ എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് കാണണം എന്ന് പറയും. കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും. വർഷങ്ങൾക്ക് ശേഷം ആരാ ചെയ്തേ? അത് നിതിൻ രാജ്. അതിലുണ്ടായിരുന്നോ സജഷൻസും? അതൊന്നും പറയാനൊന്നുമില്ല. അതില് എല്ലാ നാറുകളും ഉണ്ടല്ലോ. എല്ലാ താരങ്ങളും ഉണ്ട്. അതായിരുന്നല്ലോ ആ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയ ഹൈലൈറ്റ് ആയിട്ട് വന്ന്. ശരിക്ക് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് മധുപകര സോങ് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ടീസർ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പം വിശാഖന് നിർബന്ധം ഇത് ആദ്യം റിലീസ് ചെയ്യാൻ. മണ്ടനായ പ്രൊഡ്യൂസർ വിശാഖ പറഞ്ഞു എനിക്കെന്റെ തിയേറ്ററിൽ പോലും പോകാൻ പറ്റുന്നില്ല. എല്ലാരും അതാ ഓർമ്മ വരാ. അപ്പൊ ഇനി ഒരു ജാതകമാണ്. അത് കഴിഞ്ഞാൽ ധനഞ്ജയ് എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. ഞാനതിൽ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ന്യൂജൻ ആയില്ലെന്ന് ആൾക്കാർ പറയില്ലേ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ദിലീപ്, വിനീത്, ധ്യാൻ അവരൊക്കെയാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ സ്വതന്ത്ര എഡിറ്ററായിട്ട് 25 വർഷം കഴിഞ്ഞു. ഇല്ല, രണ്ടാമത്തെ സിനിമ. അപ്പൊ ഇനിയും മുന്നോട്ട് ഒരുപാട് സിനിമകൾ, ഇനിയും കുറെ സിനിമകൾ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അതെ, 3ാമത്തെ സിനിമ. ഞങ്ങള് ഒരുപാട് സിനിമകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് സർ. താങ്ക് യു സോ മച്ച്, കുറെ കഥകൾ പറയാൻ പറ്റിയത്. ഒത്തിരി സന്തോഷം. ഒത്തിരി കാലമായി കാത്തിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഹരിത. താങ്ക് യു ജിഞ്ചർ മീഡിയ. താങ്ക് യു സർ.